തിരൂരങ്ങാടിയിൽ ഉടമ അറിയാതെ വാഹനം വിൽക്കാൻ RTO സൗകര്യം ചെയ്തതായി പരാതി. തിരൂരങ്ങാടി സബ് RTO ഓഫീസിനെതിരെയാണ് പരാതി. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ഫിനാൻസ് ഏജൻസികൾ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശമാണ് ഉടമയെ അറിയാതെ മാറ്റാൻ RTO സൗകര്യം ചെയ്തു നൽകിയത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. സമീർ, ഇത് എന്താണ് സംഭവിച്ചത്? സാധാരണ ഇങ്ങനെ ഈ ഹൈപ്പോത്തിക്കേഷനുള്ള വണ്ടികൾ പിടിച്ചുകൊണ്ട് പോവാറുണ്ട്, CC അടച്ചില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ഇത് വിൽക്കാനുള്ളൊരു അവകാശം അതെങ്ങനെയാണ് കിട്ടിയത്? RTOയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അതിൽ? സ്മിത ക്രിസ്റ്റീന, തിരുരങ്ങാടി സബ് RTO ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വിവരം. അതായത് ചില വാഹനങ്ങൾക്ക് സ്വാഭാവികമായും ഫിനാൻസ് ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലൊരു നിശ്ചിത തരത്തിലുള്ള അല്ലെങ്കിൽ നിശ്ചിത എണ്ണം അടവ് തെറ്റിക്കഴിഞ്ഞാൽ ഫിനാൻസ് ഏജൻസികൾ ഈ വാഹനം പിന്നീട് എടുത്തുകൊണ്ടു പോകുന്നതാണ് പതിവ്. ഇത്തരത്തിൽ എടുത്തുകൊണ്ടു പോകുന്ന വാഹനങ്ങളുടെ RC മാറ്റുന്നതിന് വേണ്ടി RTO ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ഒത്താശ ചെയ്തു സൗകര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് പരാതിയായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതായത് ഈ ഏജൻസികൾ പിടിച്ചെടുക്കുന്ന വാഹനത്തിന്റെ RC മാറ്റുന്നതിന് വേണ്ടി ഒരു OTP യഥാർത്ഥ ഉടമക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ യഥാർത്ഥ ഉടമക്ക് ഈ OTP വരാതിരിക്കുന്നതിന് വേണ്ടി തിരുരങ്ങാടി സബ് RTO ഓഫീസിലെ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ഈ RCയിലുള്ള നമ്പർ മറ്റൊരു നമ്പറാക്കി നൽകുകയും അങ്ങനെ OTP യഥാർത്ഥ ഉടമക്ക് വരാതെ മറ്റൊരു ഉടമയുടെ പേരിലേക്ക് ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മാറ്റി നൽകാനുള്ള നടപടികൾ അല്ലെങ്കിൽ സൗകര്യം ഒരുക്കി നൽകി എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള വിവാദമാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജോയിന്റ് RTO തിരുരങ്ങാടി പോലീസിലും ഒരു പരാതി നൽകിയിരിക്കുകയാണ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇത്തരത്തിൽ 7 വാഹനങ്ങളുടെ രജിസ്ട്രേഷനാണ് ഈ RTOയുടെ ഒത്താശയോട് കൂടി മാറ്റി നൽകിയത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി ഗതാഗത മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ മലപ്പുറം RTO ഓഫീസ് കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ പരാതി വരികയും തട്ടിപ്പ് വ്യക്തമായ ഘട്ടത്തിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഗതാഗത വകുപ്പ് നടപടിയും സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇതിന് സമാനമായ കേസാണ് ഇപ്പോൾ തിരുരങ്ങാടിയിലും ഉണ്ടായതായിട്ടുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണമാണ് ഇപ്പോൾ ആവശ്യമായി ഉയരുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.